വെൽക്കം ടു അവർ വ്ലോഗ്. ഞങ്ങളിന്നൊരു പുതിയ സംരംഭത്തിലേക്ക് പോവുകയാണ്. ഇത്ര നാളെ ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം വെച്ചിട്ടായിരുന്നു ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വ്ളോഗിങ്ങിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇന്നൊരു വ്ളോഗ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് ചെന്നൈയിൽ നിന്ന് വന്നു. ഒരു 28 ഡേയ്സ് കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുകയാണ്. ജസ്റ്റ് ടൗണിലൊക്കെ ഒന്ന് പോകണം. ഞങ്ങളുടെ സ്ഥലം കൊട്ടാരക്കരയാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ അമർത്തുക. ബെൽറ്റ് ഇട്ടോ നമ്മുടെ സേഫ്റ്റി ആണല്ലോ ഫസ്റ്റ്. പണ്ട് കാറി കയറിയ ബെൽറ്റ് ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പം മാസ്ക് ഒക്കെ ഇട്ടുള്ള യാത്രയെ പറ്റുള്ളൂ. മാസ്ക് ഇട്ടെ. വീട്ടിൽ നിന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. വണ്ടി എടുത്തു. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ കൊട്ടാരക്കര ടൗൺ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അതിനുള്ള ടൈം ഒന്നും കിട്ടാൻ, കറക്റ്റായിട്ടുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗിലേക്ക് പോയിക്കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള വ്ളോഗുകൾ കണ്ട് ഞങ്ങളുടെ വ്ളോഗ് വളരെ ബോറിംഗ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ. ബട്ട് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര ടൗണിലേക്ക് പോവുകയാണ്. ഇനി പോയി ചെന്ന് ടൗണിലുള്ള വിശേഷങ്ങൾ നമുക്ക് അപ്പോൾ കാണാം. താങ്ക് യു. ഇനി ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കൊട്ടാരക്കരയുള്ള ഒരു വൺ ഓഫ് ദി ഫേമസ് വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാം. അധികം പേർക്ക് കൊട്ടാരക്കരയുള്ള മിക്കവാറുള്ളവർക്ക് എല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായൊരു സ്ഥലമാണ് കൊട്ടാരക്കരയുള്ളതെന്ന്. അതിൻ്റെ പേര് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. എനിവേ ഞങ്ങളിപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടുന്നൊരു 1 കിലോമീറ്റേഴ്സേ ഉള്ളൂ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ വീണ്ടും ഞങ്ങൾ മാസ്കിലേക്ക് കയറുകയാണ്. മാസ്ക് ഇടാതെ നമ്മൾ എല്ലാ പ്രോട്ടോക്കോളും പാലിക്കണമല്ലോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. താങ്ക് യു. മീൻപിടുപ്പാറ അവിടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഇതായിട്ട് ഇറങ്ങി പോകാം. ഇപ്പോൾ ഗവൺമെൻറ് പണ്ട് ആകെ വിഷയം കിടന്നൊരു റോഡാണ്.
പക്ഷേ ഇപ്പോൾ അടിപൊളി ആക്കിയിട്ടുണ്ട്. ടൂറിസം പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് കുറച്ച് നേരെ ഇറങ്ങി പോവുകയാണ്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന കൊട്ടാരക്കര കോളേജും സ്കൂളും അതിൻ്റെ ആ ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഒരു ഹില്ലി ഏരിയ ആണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഈ മേളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. മേളിൽ നിന്നാൽ കുറച്ച് താഴോട്ട് പോയാൽ ആ കോളേജിൻ്റെ സൈഡിലൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമ്മൾ മീൻപിടുപ്പുകാര എന്നുള്ള വാട്ടർഫാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് നീ ഇവിടെ വന്നിട്ടുണ്ടോ? അന്നൊരു വട്ടം കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ മീൻപിടുപ്പുകാര എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. മഴക്കാലത്തെ ഉള്ളു കൂടുതൽ വെള്ളമില്ല, പിന്നെ വെള്ളം കുറയുന്നൊരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് നിൽപ്പുണ്ട്, കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ഥലമാണ്. കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരള ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ലെഷർ ടൈമൊക്കെ കിട്ടുമ്പോൾ ഹോളിഡേയ്സിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് നിൽക്കാനും കാണാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, നമുക്കിനി താഴോട്ട് ഇറങ്ങാം. റസ്മിൻ ഇപ്പോൾ കാല് നനയ്ക്കാൻ പോവാണ്. കാല് നിട്ടുകാർ ഇവിടെ കാല് പൊക്കി വെക്കണം. നീ ഇതിനകത്ത് ഒഴുകി പോവോ? മാസ്ക് ചിലത് താത്തോ വേണമെങ്കിൽ മാസ്ക് ചിലത് താത്തോ മാസ്ക് താത്തില്ല. എങ്ങനെയുണ്ട്? നിങ്ങളുടെ തിരുവല്ലൂർ കോഴഞ്ചേരി ഏരിയയിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ടോ? കൊട്ടാരക്കര എവിടെ? അരുവിക്കീഴ് വെക്കണം. പക്ഷേ ഇത്രയും എഫക്റ്റ് ആയിട്ടൊരു വെള്ളച്ചാട്ടം നിനക്ക് കിട്ടത്തില്ല കേട്ടോ. ശരിക്കും ഇത്രയും അടിപൊളിയായിട്ടൊരു സ്ഥലം കൊട്ടാരക്കര ഉണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കത്തില്ല. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലും വ്ളോഗേഴ്സൊക്കെ കൂടി വരുന്നൊരു സമയത്ത് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും മനോഹരമായൊരു സ്ഥലം നമ്മൾ പലപ്പോഴും കുറ്റാലം അല്ലെങ്കിൽ പാലരുവി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ പേരും പോകുന്നത്. എന്നാൽ ഇത്ര മനോഹരമായൊരു സ്ഥലം ഇവിടെ ഉള്ളപ്പോൾ നമുക്കൊന്നുമില്ല. ഞാൻ വലുതായിട്ട് വലിയ വെള്ളച്ചാട്ടം ഉണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്കൊരു ലെഷർ ടൈമിൽ നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഈ വാട്ടർഫാൾസ് ഉള്ളൂ. മീൻപിടുപ്പുകാര വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട്. റസ്മിനിവിടെ കാല് നനച്ച് ആകെപ്പാടൊരു പരിപാടിയിലിരിക്കുക. എനിവേ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇറങ്ങുക. ഇവിടെ കൊട്ടാരക്കര കോളേജൊക്കെ ഉണ്ട്. ഇവിടുത്തെ പഠിക്കാൻ വരുന്ന പിള്ളേർ ക്ലാസ് കെട്ടിയതൊക്കെ പണ്ടൊക്കെ വന്നിരിക്കുമെന്നൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡെവലപ്പായി വരുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. മാത്രമല്ല ഇവിടുന്ന് നല്ല വെള്ളമാണ് ഒഴുകി വരുന്നത്. കുഴപ്പമില്ല, മഴയുള്ളപ്പോൾ നല്ല വെള്ളമാണ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. എനിവേ നല്ല അനുഭവമാണ്. ഞങ്ങൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇവിടെ വരാറുണ്ട്.
ബാക്കി ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്തു. ഈ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ ഭയങ്കര സഫോക്കേഷൻ. ഞാനും ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അടി കോഴഞ്ചേരിയിൽ എവിടെ അടിയുള്ള അരുവിക്കുഴി ഒന്നുമില്ല, കൊട്ടാരക്കരയിലാണ് ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഇവിടെ പറയുന്നത് ജീവിതത്തിൽ യാതൊരു ഇവിടെ ഇത്ര നല്ല മനോഹരമായ സ്ഥലം കാണുന്നത് ഉള്ളതാണോ? ഈ വെള്ളത്തിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന സംശയമുണ്ട്. എനിവേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ഈ വ്ളോഗിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനിയും ഞങ്ങൾ ഇതേപോലെയുള്ള നല്ല സ്ഥലങ്ങളിൽ പോയി വ്ളോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ, ഞാനിവിടെ വിളിച്ചുകൊണ്ട് വരുന്നത് അതിനകത്ത് കേട്ടോ. അപ്പോൾ എനിവേ ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും ഞങ്ങളുടെ ചാനൽ വീഡിയോസ് എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഇപ്പോൾ ടൈം ഒരു 12:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം. മഴയും വരുന്നുണ്ട്. മഴ പിടിച്ച് പനിയായ പിന്നെ അറിയാമല്ലോ, കൊറോണ ചെറിയ പനിയായാലും ഡോക്ടർമാർ എല്ലാവരും സംശയം കൊറോണയാണോ എന്നുള്ള രീതിയിൽ. എനിവേ ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് 1 മാസം കഴിഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, എനിവേ ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇനി വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി ഈ മീൻപിടിപ്പാറ പോലെയുള്ള അടിപൊളി ഇതിനേക്കാൾ നല്ല സ്ഥലങ്ങളിലേക്ക് പുതിയ വിശേഷങ്ങളുമായി പുതിയ വ്ളോഗുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ഹിയർ നിതിൻ. താങ്ക് യു.